അരിയൊന്നും കുതിർത്തരക്കാതെ വെറും 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ 150 ഗ്രാം ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ച് ഉരുക്കി അരിച്ചെടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി 1 കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മദേഴ്സിൻ്റെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ഈ ഒരു അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള അരിപ്പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 കപ്പ് മൈദയും 2 നുള്ളി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ശർക്കര പാനി ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പെട്ടെന്നൊന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ റവയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകവും 2 നുള്ളി ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് നെയ്യപ്പത്തിൻ്റെ മാവ് വേണ്ടത്. ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നതിന് ശേഷം പിന്നെ തീ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ നെയ്യപ്പം അരിയൊന്നും അരക്കാതെ തന്നെ അരിപ്പൊടി കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാം.